വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വയറിലൊരു കുടുകുടു കുടുകുടു സൗണ്ട്. എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നു. പിള്ളേർക്ക് വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു മാഗി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ മാഗി പ്രിപ്പറേഷനിലാണ് ഞാൻ. മാഗി ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ലാവിഷായിട്ട് ഇന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തികഞ്ഞില്ല. സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടുകയുള്ളൂ. ചെറിയ 3 പാക്കറ്റിൽ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ട് മാഗി ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരത്തേക്കുള്ള ചടങ്ങിന് ഞാൻ അടുക്കളയിൽ ചെന്ന് അവർക്ക് വേണ്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിച്ചുക്കുട്ടനെ പഠിപ്പിക്കും വേണമായിരുന്നു. അവന് ഹിന്ദി പഠിക്കണമായിരുന്നു. അങ്ങനെ അവനെ കുറച്ച് ഹിന്ദിയൊക്കെ പഠിപ്പിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ഫേസിൽ കുറച്ച് പാക്കൊക്കെ ഇട്ട് ഫേസും കുറച്ച് ഓക്കെയൊക്കെ ആക്കി. എനിക്ക് കുറേ ദിവസമായിട്ട് ഫേസ് കുറച്ച് ഡല്ലൊക്കെ ആയിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പാക്കാണ്. പാക്ക് ആവശ്യമുള്ളവർ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞതല്ല, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും അതൊക്കെ കഴിച്ച് പിന്നെ എന്തായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾ കുശലം പറച്ചിലും കുറച്ച് ടി വി കാണലൊക്കെ ആയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ്